ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷൻ തിങ്കളാഴ്ച ചുമതലയേൽക്കും. ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും പി.സി. ജോർജും അടക്കമുള്ള എല്ലാവർക്കും സാധ്യത. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക ഞായറാഴ്ച സമർപ്പിക്കും. തിങ്കളാഴ്ച പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കും. കേന്ദ്ര ഭരണാധികാരി പ്രഹ്ലാദ് ജോഷി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. 23-ന് ബി.ജെ.പിയുടെ ദേശീയ നേതാവ് പ്രഹ്ലാദ് ജോഷി എത്തും. ഇതിനുശേഷം കേരളത്തിലെ ഒരു നേതാവിനോട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിന് നോമിനേഷൻ കൊടുക്കാൻ ആവശ്യപ്പെടും. അതിനുശേഷം ആ നേതാവിനെ എതിരില്ലാതെ ബി.ജെ.പിയുടെ അധ്യക്ഷനായി പ്രഖ്യാപിക്കും. ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം പറയുന്നവർ മാത്രമേ അധ്യക്ഷ മത്സരത്തിന് നോമിനേഷൻ നൽകൂ. അതാരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ മുഴുവൻ ബി.ജെ.പി നേതാക്കളും ഇപ്പോൾ. കേന്ദ്ര നേതൃത്വത്തിന് മാത്രം അറിയാവുന്ന രഹസ്യമായി അത് തുടരുകയാണ്. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കുകയും വിവിധ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണിത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ നടത്തേണ്ടതിനാൽ സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ബി.ജെ.പിയിലെ എല്ലാ സംസ്ഥാന നേതാക്കളും പ്രതീക്ഷയിലാണ്. ഇതിനൊപ്പം ചില RSS നേതാക്കളും. അപ്രത്യക്ഷ മുഖങ്ങൾ പോലും അധ്യക്ഷ പദവിയിലെത്താൻ സാധ്യതയേറെയാണ്. നിലവിലെ ബി.ജെ.പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും പദവി നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, MD രമേശ് തുടങ്ങിയവരെല്ലാം പരിഗണിക്കപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖർ പോലും സാധ്യതകൾ തള്ളുന്നില്ല. ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ക്രൈസ്തവ മുഖങ്ങളെ പരിഗണിക്കുമെന്നും സൂചനകളുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ജേക്കബ് തോമസ്, പി.സി. ജോർജ് തുടങ്ങിയ പല പേരുകളും ചർച്ചകളിൽ സജീവമാണ്. RSS നേതാക്കളായ A. ജയകുമാറും വത്സൻ തില്ലങ്കേരിയും പരിഗണിക്കാൻ സാധ്യതയുള്ളവരാണ്. ഇതിനു പുറമെ മിഷൻ കേരള മുന്നിൽ കണ്ട് കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്ത് പലതരത്തിലുള്ള നീക്കങ്ങളാണ് ആലോചിക്കുന്നത്. അധ്യക്ഷനെ തീരുമാനിച്ചതിന് പിന്നാലെ കോർ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും അഴിച്ചുപണി ഉണ്ടാകും.